ഒരിക്കൽ കൂടെ നമസ്കാരം. ഈ കൈയടിക്കും ചിരിക്കുന്നതിന് GST ഒന്നുമില്ല കേട്ടോ. കൈയടിക്കും അതിന് GST ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സൗഹൃദങ്ങളുടെ പുറത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന് വരുന്നത്, നിങ്ങളെ എന്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആരംഭിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ ജാമ്യം എടുത്തു. ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ എഫക്റ്റുകൾ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രോഗ്രാമൊക്കെ കൊല്ലത്ത് പുനലൂരായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നേരിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ അലുവ തിന്നത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ആരംഭിക്കാതാ ചെറിയ രീതിയിൽ. നിങ്ങളെല്ലാവരും ബലം പിടിച്ചൊന്നിരിക്കരുത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാൻ മെന്റലിസം, ഹിപ്നോട്ടിസം ഒക്കെ പെർഫോം ചെയ്യുന്നത് ഒരു അവയർനെസിന്റെ ഭാഗമായിട്ടാണ്. 2015 ഞാൻ മെന്റലിസം ആരംഭിക്കുമ്പോൾ 2003 മുതൽ ഈ കലാരംഗത്തുണ്ട്. പക്ഷെ മെന്റലിസ്റ്റ് എന്നുള്ളൊരു ടൈറ്റിലേക്ക് മാറുന്നത് 2015 അന്ന് ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള ആദ്യ ഇൻഡിപെൻഡന്റ് ആവും. ഞങ്ങൾ 3 പേരാണ് കേരളത്തിലുള്ളത്. ഇന്ന് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 20 പേരെ പരിചയപ്പെട്ട 10 പേര് മെന്റലിസ്റ്റുകളാണ്. ആ രീതിയിലേക്ക് ആയി മാറി. അപ്പോൾ ഞാൻ തുടക്ക കാലഘട്ടം മുതൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു അവയർനെസിന്റെ ഭാഗമായിട്ടാണ്. കാരണം എനിക്ക് ഇത് അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെത്തേഡ് റൂട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മെന്റലിസം, ഹിപ്നോട്ടിസം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് ബോധ്യപ്പെടുത്തി, മീൻസ് അത് ആദ്യം തന്നെ പറയുകയാണ്. കാരണം മാത്രമല്ല, എൻ്റെ ഷോയുടെ ടൈറ്റിൽ തന്നെ ട്രിക്സ് മാനിയ എന്നാണ്. അത് കംപ്ലീറ്റ് ട്രിക്സ് ആണ്. നിങ്ങളുടെ ബ്രെയിനിനെ കബളിപ്പിക്കുന്ന, കൺഫ്യൂസ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എൻ്റർ ചെയ്ത് ഞങ്ങൾ ഓരോ നിർദ്ദേശങ്ങൾ നൽകി നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ആദ്യം തന്നെ അത് പറയണം. അത്ഭുത സിദ്ധിയോ അമാനുഷികമായ കാര്യങ്ങളൊന്നും ഇതിന് പിന്നിലില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ കഴിയുന്ന രീതിയിൽ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ട് എന്നുള്ളതെന്ന് എനിക്കറിയണം. നല്ല ശ്രദ്ധയുള്ള ആളുകളാണോ എന്ന് നോക്കണം. റെഡിയാണോ എല്ലാവരും? ചെറിയൊരു ബ്രെയിൻ ടെസ്റ്റ് തരാം. ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് നേരിടുന്നേ എല്ലാവരും. ടേക്ക് എ ഡീപ് ബ്രെത്ത്. നന്നായിട്ടൊന്ന് ശ്വാസം എടുത്തേ. അനെക്സൈൽ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. അനെക്സൈൽ. ഓക്കെ. ഇനി എല്ലാവരും കൈ ഒന്ന് ഇങ്ങനെ പിടിച്ച്, വലത് കൈ ഇനി ഒന്ന് ചുരുട്ടി പിടിച്ച്. ഓക്കെ. ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ, ഞാൻ പറഞ്ഞു ഓഡിറ്ററി ആണ്. ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് അറിയാനാണ്, ഓഡിറ്ററി ആണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. ഒരിക്കൽ കൂടെ കൈ ഒന്ന് നിവർത്തി പിടിക്കാം, ചുരുട്ടി പിടിക്കാം, കൈ നകത്തി പിടിച്ചേ. ഓക്കെ. വീണ്ടും ചൂണ്ടുവിരൽ മാത്രം നിവർത്തി പിടിച്ചേ. ഇനി വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ താടിയിലും തൊട്ടേ. ഇതാണോ താടി? ഇതാണോ താടി? ഇവിടെ 2 പേര് കറക്റ്റായിട്ട് തൊട്ടിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ഓഡിറ്ററി ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ട് അതുപോലെ ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ വിഷ്വലിലേക്കല്ലേ ഇപ്പൊ നോക്കിയത്, അതുകൊണ്ടല്ലേ തെറ്റിപ്പോയത്. ഓക്കെ. നമുക്കൊന്ന് വിഷ്വൽ നോക്കിയാലോ? റെഡിയാണോ? ഓക്കെ. കൈയൊന്നും ഇങ്ങനെ പിടിക്കാമോ? കഴിഞ്ഞൊരു സ്റ്റേജിൽ ഞാൻ കൈയൊന്ന് പിടിക്കാമോ എന്ന് ചോദിച്ചേ ഉള്ളൂ. ഒരു ചേട്ടൻ ഒരൊറ്റ അടി അടുത്തിരുന്ന ചേച്ചിയെ, സംഭവം ഒരു ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു, വീട്ടിലെന്തോ പ്രശ്നം, അത് ഇവിടെ വെച്ച് മുതലാക്കി. അത് ഇവിടെ എനിക്ക് ഓഡിയൻസിനെ കാണാൻ പറ്റുന്നില്ല. അതിനൊന്നും നമ്മൾ ഉത്തരവാദിയല്ല കേട്ടോ. ഓക്കെ. കൈ ഇങ്ങനെ പിടിക്കാം. ഇനി ഞാൻ ചെയ്യുന്ന പോലെ ഇതേ രീതിയിൽ കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ച്. ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൈ പിന്നെ റിലീസ് ചെയ്യരുത് കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വിഷ്വലാണ്, ഇനി ശ്രദ്ധിക്കണം. നമ്പർ 1, 2 and 3. അടിപൊളി. ശ്രദ്ധയില്ല, അപ്പോൾ ഇവിടെ മെന്റലിസം വിജയിക്കും. ഇതാണ് വേണ്ടത്. കാരണം ശ്രദ്ധ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ ശ്രദ്ധ ഇതേ രീതിയിൽ തെറ്റിക്കുന്ന ഒരു പരിപാടി, അത്രേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ഒരു ബ്രെയിൻ ടെസ്റ്റ് കൂടെ തരാം. മ്യൂസിക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. മ്യൂസിക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. സൗണ്ട് എഞ്ചിനീയർമാരൊക്കെ ഷോ കണ്ടിരുന്ന് ചിരിച്ചിരിക്കണം. മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. നേരെ ഇരുന്നോളൂ. എൻ്റെ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് പാലിക്കണോട്ടോ. കൈയൊന്നും ഇങ്ങനെ പിടിക്കാമോ? ഒരു 3 ഇഞ്ച് ഗ്യാപ്പ്. ഞങ്ങൾ എറണാകുളത്തൊക്കെ 3 ഇഞ്ച് ഗ്യാപ്പ് എങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഇത്രയും അത്രയൊന്നുമില്ല, ഇത് ഇത്രയേ ഉള്ളൂ. 3 ഇഞ്ച് ഗ്യാപ്പ്. ഓക്കെ. ഇനി ഞാൻ പറയുന്ന കാര്യം 100 അല്ല 110% നിങ്ങൾ ഇമാജിൻ ചെയ്യണം. അതായത് മനസ്സിലായല്ലോ? നിങ്ങൾ ഭാവന, അതായത് ഇത് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഭാവന കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യണം. 100 അല്ല 110%. എല്ലാവരും റെഡിയാണോ? ഓക്കെ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. നന്നായിട്ടൊന്ന് ശ്വാസം എടുത്തേ. അനെക്സൈൽ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. അനെക്സൈൽ. On the count of 3, please close your eyes. 1, 2, 3. Close your eyes. കണ്ണുകൾ അടയ്ക്കുക. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. ഇനി എൻ്റെ ശബ്ദം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം 100 അല്ല 110% ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ 2 കൈകൾ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ 2 കൈകൾ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റായി മാറാൻ പോവുകയാണ്. മാഗ്നറ്റ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകൾ ഇപ്പോൾ കൂട്ടിമുട്ടാനുള്ള ശ്രമം നടത്തും. മാഗ്നറ്റ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകൾ ഇപ്പോൾ മെല്ലെ മെല്ലെ വളരെ സാവധാനത്തിൽ അടുത്തടുത്ത് വരികയാണ്. 100 അല്ല 110% ഇമാജിൻ ചെയ്യുക. വെരി ഗുഡ്. അങ്ങനെ തന്നെ.
100 അല്ല 110% ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ മെല്ലെ മെല്ലെ അടുത്തടുത്ത് വരികയാണ്. മാഗ്നറ്റ് പൂർവാധികം ശക്തി പ്രാപിക്കുന്നു. കൈകൾ വളരെ ശക്തിയായി അടുത്തടുത്ത് വരികയാണ്. കൈകൾ അടുത്തടുത്ത് വരികയാണ്. കൈകൾ അടുത്തടുത്ത് വരികയാണ്. കൈകൾ ഇപ്പോൾ മെല്ലെ മെല്ലെ വളരെ സാവധാനത്തിൽ കൂട്ടിമുട്ടാൻ ആരംഭിച്ചിരിക്കുന്നു. കൈകൾ ഇപ്പോൾ മെല്ലെ മെല്ലെ വളരെ സാവധാനത്തിൽ കൂട്ടിമുട്ടാൻ ആരംഭിച്ചിരിക്കുന്നു. കൈകൾ ഇപ്പോൾ മെല്ലെ മെല്ലെ വളരെ സാവധാനത്തിൽ കൂട്ടിമുട്ടാൻ ആരംഭിച്ചിരിക്കുന്നു. On the count of 3, please open your eyes. 1, 2, 3. Open your eyes. കണ്ണു തുറന്നേ. അല്ലോ ഇറങ്ങിപ്പോയോ? ഒരു തട്ടിരുന്ന് ഉറങ്ങി. ടീച്ചറാണോ? ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുക. ഓക്കെ. എത്ര പേരുടെ കൈകൾ കൂട്ടിമുട്ടി? ഒന്ന് കൈവക്കാം. കൈ റിലീസ് ചെയ്തോളൂ. കൈ റിലീസ് ചെയ്തോളൂ. എത്ര പേരുടെ കൈകൾ കൂട്ടിമുട്ടി? കാണാൻ പറ്റുന്നില്ല. ഇത്രയധികം ആളുകൾ. വളരെ നല്ല ഇമാജിനേഷൻ സ്കില്ലുള്ള ആളുകളാണല്ലോ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഓക്കെ, ഒരാൾ. ഓക്കെ, അല്ലല്ല, കുട്ടികളോട് ഇരുന്നോളൂ. മുതിർന്ന ആളുകൾ സ്റ്റേജിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ കേട്ടോ. അടുത്ത ആളാരാ? അത് പറഞ്ഞപ്പോൾ എല്ലാവരും കൈതാക്കി. പേടിക്കേണ്ട, നിങ്ങളുടെ മനസ്സിലുള്ളൊന്നും നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കില്ല. അത്ര എഫക്റ്റുകളൊന്നും ഇവിടെ ചെയ്യുന്നില്ല, പേടിക്കണ്ട. വരാൻ താല്പര്യമുള്ള ആളുകൾ, താങ്കൾക്ക് വരാൻ താല്പര്യമുണ്ടോ? ഓക്കെ. വേറെ ആരാണ്? ലേഡീസിന്റെ ഭാഗത്ത് ആരുമില്ലേ? ലേഡീസിന്റെ ഭാഗത്ത് ആരുമില്ലേ? നേരത്തെ കൈ കൂട്ടിമുട്ടിണ്ട്. ലേഡീസിന്റെ ഭാഗത്ത് ആരുമില്ലെന്ന് വെച്ചപ്പോ പുരുഷന്മാരുടെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ആരാത്? ഇവിടെ ആരുമില്ലേ? വരാൻ താല്പര്യമുണ്ടോ? ഇല്ല. എന്നെ വിളിക്കുക വേണ്ട. എന്നാ പിന്നെ ഞാൻ ബിനീഷ എവിടെയാ? ബിനീഷേ, ഇവിടെ കൈ കൂട്ടിമുട്ടി തുടങ്ങിയ ബാക്കിൽ കുറെ ആളുകൾ പറഞ്ഞിരുന്നു. അവരെ പോയി പിടിച്ച് എവിടെ അവിടെ കൈ കൂട്ടിമുട്ടി 2-3 പേരെ വിളിച്ച്. അപ്പൊ ധൈര്യമായിട്ട് വാ. വരുന്നില്ലേ? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാം ഉള്ളതാണ്. പെട്ടെന്ന് വാ, പേടിക്കേണ്ട, ധൈര്യമായിട്ട് വാ. ഒരു 2-3 പേര് വാ. എന്നാ പിന്നെ ബോൾ എറിയേണ്ടി വരുന്നതാണ്. തട്ടി വീടില്ലേ? മുസൽമാൻ. ഓക്കെ. എന്താ വരാൻ പറഞ്ഞോ? അവിടെ ഇരിക്കാൻ പറഞ്ഞില്ലേ? ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അവരെങ്ങനെ ഇരുന്ന? കേട്ടിട്ടില്ല, അങ്ങനെ പറ. ഓക്കെ, അവിടെ ഇരുന്നോളൂ. ഉമ്മുസൽമ അല്ലേ? ഓക്കെ. നിങ്ങളുടെ കൈ പെട്ടെന്ന് കൂട്ടിമുട്ടിയത് ആരുടെയാ? പതുക്കെയാണ്. മുട്ടിയിട്ടേ ഇല്ല. പിന്നെ എന്തിനാ വന്ന് കുന്തി തള്ളി വിട്ടതാണ് അവിടുന്ന്? ചെറുതായിട്ട് മുട്ടിയിട്ടുള്ളൂ. നിങ്ങളുടെ ആണോ? ഓക്കെ, പറഞ്ഞേക്കും. അവിടെ ഇരിക്കും. അവിടെ ഇരിക്കും. അവർക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തേ. മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ആക്ച്വലി നമ്മളൊരു തിയേറ്റർ ഷോ ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിനെ എല്ലാവരെയും കൊണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ട സോങ്സ്, ഇഷ്ടപ്പെട്ട ഫ്ലവർ, ഇഷ്ടപ്പെട്ട പ്ലേസ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ പേര്, അതൊക്കെ നമ്മൾ എഴുതിച്ച് ഒരു വലിയൊരു ബൗളിൽ ഇടാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു വലിയൊരു പ്രഭാഷണം നടത്താൻ വേണ്ടി വന്നതാണ്. പക്ഷേ എന്നെ വീണ്ടും മെന്റലിസ്റ്റ് തന്നെ ആക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കാറിലിരുന്ന് കുറച്ച് പേപ്പറുകളിൽ ഇതേ കാര്യങ്ങൾ തന്നെ, അതായത് ഏകദേശം ഒരു 25ഓളം 90s കാലഘട്ടത്തിലെ സോങ്സ്, 25ഓളം ഫ്ലവറിന്റെ പേര്, 25ഓളം രാജ്യങ്ങൾ, ഇത്രയും എഴുതി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പേപ്പറുകൾ ഞാൻ കുറച്ചെടുക്കാം. ഓക്കെ. താങ്കളുടെ പേരെന്താണ്? അൻഷിത്. പേരെന്താണ്? ഹാരിസ്. ഹാരിസ് ഭായി, ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കാം. കുറേ പേപ്പറുകളുണ്ട്. ഓക്കെ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പേപ്പർ, ഗ്രീൻ കളറിലെ പേപ്പർ ഏതെങ്കിലും കൊടുക്കാം. വയലറ്റ്. ഓക്കെ, അതാണ് എടുത്തത്. ഞാൻ നിർദ്ദേശം കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഓക്കെ. ഭൂതക്കണ്ണാടി വെക്കണോ? ആ കണ്ണട വെച്ച് വന്നാ ഇത്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. ഈ മോണിറ്റർ കുറച്ചുകൂടെ ലെവൽ തന്നെ, ഇവർക്ക് കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കുറച്ചുകൂടെ ലെവൽ മോണിറ്റർ. നിങ്ങളിവിടെ ഷോ കണ്ടിരിക്കുകയാണ്, മോണിറ്റർ ലെവലിതാ. ഹലോ ഹലോ. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാലോ. നിങ്ങളത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് മനസ്സിൽ വായിക്കണം. കേട്ടോ? പറഞ്ഞ പറയരുത്, ലിപ്പനക്കരുത്, ഒരു കാരണവശാലും ലിപ്പനക്കരുത്. തുറന്നു നോക്കി, എന്നെ കാണിക്കുകയും ചെയ്യരുത്. ഞാൻ ഇനി ഓഡിയൻസിന്റെ ഇടയിലേക്ക് വരാം. കുറെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. മൈക്ക് ഹൗൾ ചെയ്യാതെ നോക്കണേ. ഓക്കെ. എന്റെ കയ്യിൽ കുറെ പേപ്പർ ഉണ്ട്. ഏതെങ്കിലും ഒരു പേപ്പർ എടുത്ത്, ഇഷ്ടമുള്ളൊരു പേപ്പർ എടുത്തോ. ഓക്കെ. ഒരു ഇതെടുത്തോളൂ. റോസ് കളറിലെ പേപ്പർ കുറെ ഉണ്ട്. അതിൽ ഏതെങ്കിലും കൊടുക്കാം. യെല്ലോ കളറിലെ പേപ്പർ എടുത്തോ. 2 അതും ബാക്കിൽ കൊടുത്തോളാം. ഓക്കെ. ഓക്കെ. ഫിനിഷ് വേറെ മൈക്കുണ്ടോ? മൈക്കുണ്ടോ? ഇല്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തൊന്ന് വായിക്കാമോ? ഏതാണ്? ബാക്കിയുള്ള പേപ്പറുകൾ അതിനകത്തുണ്ട്. അപ്പൊ കുറെ പേപ്പറുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചേ. എന്താണ്? രാജസ്ഥാൻ. രാജസ്ഥാൻ. പ്ലേസ് ആണ് കിട്ടിയത്. ലക്നൗ. ലക്നൗ. സോൾ.
സോങ് 1000 കണ്ണുമായി. വേറെന്താ? സോങ് രാപ്പാടിയില്. വേറെന്താ? ഓർക്കിഡ്. ഓർക്കിഡ് ഫ്ലവറാണ്. ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ഓക്കെ, പ്ലേസ് ആണ്. അപ്പൊ എല്ലാം ഡിഫറെന്റ് ആണെന്ന് ബോധ്യപ്പെടുത്താനാണ് കുറച്ച് ആളുകൾക്ക് കൊടുത്തത്. ഓക്കെ, അപ്പോ അതിൽ ഏതോ 3 പേപ്പറാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലൂടെ നിങ്ങളുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, പുറത്തു പറയരുത്. ഓക്കെ ആണല്ലോ? സത്യത്തിൽ സാധാരണ മെന്റലിസം ഷോയിൽ മെന്റലിസ്റ്റുകളാണ് മനസ്സിലുള്ള കാര്യങ്ങൾ പറയാറ്. ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? ഓക്കെ, ഇന്ന് മെന്റലിസം അവതരിപ്പിക്കാൻ പോകുന്നത് എന്റെ പേരെന്താ? അൻഷിത്. അൻഷിതാണ്. അൻഷിതിന് നല്ലൊരു കൈ കൊടുത്തേ. ഒരു ശ്രമം നടത്തി നോക്കുന്നതാണ്. പാളിപ്പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് എന്താ പറയാ, ഞാൻ തന്നെ അത് പെർഫോം ചെയ്യാം. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറ്റാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അൻഷിത് റെഡിയാണോ? ടെൻഷനൊന്നുമില്ലോ? നിങ്ങളുടെ 3 പേരുടെ നിങ്ങൾ വായിച്ചു നോക്കിയില്ലേ? ഒരു ഫ്ലവറാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഞാനിത് എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതൊന്ന് ശ്രദ്ധയോടുകൂടി കാണുക, എങ്ങനെയാണ് ഒരു മെന്റലിസ്റ്റ് പെർഫോം ചെയ്യുന്നത്. റെഡിയാണല്ലോ? ഓക്കെ, കൈ ചുരുട്ടി പിടിച്ചോളൂ. പേപ്പറിലുള്ളത് പറയണമെന്ന് എഴുന്നേറ്റ്. ഓക്കെ, കൈ ഒന്ന് ഇങ്ങനെ പിടിക്കാമോ? ഇടത് കൈ. ഓക്കെ, വലത് കൈ പിടിച്ചോളൂ. എനിക്ക് തെറ്റ് പറ്റിയതാണ്. വലത് കൈ ഇങ്ങനെ പിടിച്ചോളൂ. ഓക്കെ, ഇലക്ഷന് ഒട്ടപ്പെടുത്തിക്കാനല്ല, കുറച്ച് താഴ്ത്തി പിടിച്ചോ. ഇങ്ങനെ പിടിച്ചോ. ആ ഫ്ലവർ മനസ്സിൽ വിചാരിക്കാമോ? ഓക്കെ, മനുഷ്യരെ നോക്കണേ എങ്ങനെയാണ്. റോസ് ഫ്ലവർ ആണോ? യെസ്. ഓക്കെ, കണ്ടല്ലോ പെർഫോം ചെയ്ത്. എന്തിനാ വിറയ്ക്കുന്നതിനാ? പേടിക്കേണ്ട, മനസ്സിലുള്ളതെന്ന് പറഞ്ഞു കൊടുക്കില്ല. ആരെ കൂടെ വന്നിരിക്കുന്ന? കൂടാരാ വന്നിരിക്കുന്ന? കൂടെ ശംഖു റോസ്. ആള് കിടന്ന് വിറയ്ക്കാണ്ടോ? അവരൊക്കെ മനസ്സിലുള്ളത് അറിയുന്നത് വിചാരിച്ചിട്ടാണോ? പേടിക്കണ്ട. അപ്പൊ ഇക്കാക്ക് പോവാം. ഓക്കെ, എന്തായിരുന്നു പേര്? ഹാരിസ്. ഇക്കാടെ കൂടാരാ വന്നിരിക്കുന്നത്? ഫാമിലി എവിടെയാ? അവിടെ ഇരിക്കുന്നത്. ഞാനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചില്ലേ, ഇങ്ങനെ ഫിംഗർ ഇങ്ങനെ ടച്ച് ആയില്ലേ, ആ സമയത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഷോ കഴിയുമ്പോൾ അതാണ് എൻ്റെ വാഹനം, ബിനീഷിന്റെ വണ്ടിക്ക് വന്നത്. അവിടെ വന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം, കൃത്യം പറഞ്ഞുതരാം കാര്യങ്ങൾ. കുറച്ച് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞു വെച്ചോ. ഓക്കെ, അപ്പൊ നല്ലൊരു കൈഡ് കൊടുത്ത്. ഇത് പേടിക്കണ്ട, റിലാക്സ്. ഒന്ന് എഴുന്നേറ്റ് ഇരുന്നോളൂ. നിങ്ങൾ രണ്ടുപേരും കണ്ണുകളൊന്നും അടയ്ക്കുക. മനസ്സിലൊരു പ്ലേസ് ആണ് അല്ലേ, ഒരു സ്ഥലമാണ്. അവിടെ ഇരിക്കുക, ഞാൻ പറയുന്നത് കേൾക്കല്ലേ. ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നില്ല. അതായത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇനി ചുണ്ടൊന്നും അനക്കരുത്, അനങ്ങാതെ ഇവിടെ ഇരിക്കുക. അതിലെന്തായിരുന്നു അത് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? പാട്ടല്ലേ, പറയരുത്, വായനക്കരുത്. അത് മനസ്സിൽ ഇങ്ങനെ അറിയാവുന്ന പാട്ടാണോ? അപ്പൊ വെറുതെ ഒന്ന് മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ മാത്രം പറഞ്ഞാൽ മതി. റെഡിയാണല്ലോ? കണ്ണടച്ചോളൂ. ഓക്കെ, മനുഷ്യർ റെഡിയാണോ? അവിടെ ഇരിക്കണ്ട. ഇത് നീ പേടിക്കണ്ട, നിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. ഓക്കേന്ന് അങ്ങനെയാണെങ്കിൽ ഓക്കേന്ന്. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കാം. ഞാൻ അൻഷിന് പേടി കൂടുതലുള്ളതുകൊണ്ട് ഞാനൊന്ന് ഹിപ്നോസിസ് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷേ ആള് കിടന്ന് വിറക്കുകയാണ്, ചെയ്യുന്നില്ല, പാനിക്കായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചെറിയ രീതിയിലൊരു ഹിപ്നോസിസ് ചെയ്ത് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാണ്. പക്ഷേ റിലാക്സ് ആയിട്ടിരുന്നോളൂ. കണ്ണ് ഷിവർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണൊന്ന് കെട്ടുകയാണ്. കണ്ണ് ഷിവർ ചെയ്യുന്നില്ലേ പേടിച്ചിട്ട്? കണ്ണൊന്ന് കെട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ കണ്ണൊന്ന് കെട്ടും. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്ത് പറയും. പക്ഷെ അതൊന്നും അൻഷിത് കേൾക്കണ്ട. ഞാൻ പറയുന്ന സമയത്ത് ചെവി അടച്ചു പിടിക്കാൻ പറയും. അപ്പോൾ ഇതേ രീതിയിൽ ചെവി ശക്തിയായിട്ട് അടച്ചു പിടിക്കുക. ഇവിടെ നടക്കുന്ന ഒന്നും കേൾക്കാൻ പാടില്ല. മനസ്സിലെന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അത് ഓർത്ത് വെക്കുക. ഞാൻ ചോദിക്കുന്ന സമയത്ത് പറയുക, അത്രേ ഉള്ളൂ. സിമ്പിൾ. ബാക്കി മനസ്സിലുള്ളതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ ഫ്രീ ആയില്ലേ, റിലാക്സ് ആയിട്ടിരുന്നോളൂ. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രെത്ത് and exhale. Take a deep breath and exhale. On the count of 3, please close your eyes. 1, 2, 3. Close your eyes. കണ്ണുകൾ അടയ്ക്കുക. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ എന്താണോ അത് റിപ്പീറ്റ് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, അൻഷിത ഞാൻ കണ്ണ് കെട്ടുന്നുണ്ട്, പേടിക്കണ്ട. അൻഷിതിന് പേടിയുള്ളത് കൊണ്ടും കണ്ണ് ഷിവർ ചെയ്യുന്നതുകൊണ്ടും മാത്രമാണ് ഞാൻ കണ്ണ് കെട്ടുന്നത്. ഓക്കെ, ഇനി ചെവി നന്നായിട്ട് നടച്ചു പിടിച്ച് ഇവിടെ നടക്കുന്ന ഒന്നും കേൾക്കണ്ട. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക.
നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ എന്താണോ അത് റിപ്പീറ്റ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക.